അയ്യൻകുന്നിലെ ജനവാസ മേഖലയിലെത്തിയ കാട്ടാന ആറളം ഫാമിലേക്ക് കടന്നുവെന്ന വാർത്ത. അതുവഴി വനത്തിലേക്ക് കടക്കുമെന്നാണ് വനംവകുപ്പ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. അയ്യൻകുന്ന് പ്രദേശത്തെ 3 വാർഡുകളിലും ഇപ്പോൾ നിരോധനാജ്ഞയുണ്ട്. കാട്ടാന വീട്ടുമുറ്റത്ത് വിലസുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. നമുക്ക് ആദ്യം ആ CCTV ദൃശ്യം കാണാം. ജനാല തുറന്ന് നോക്കിയാൽ പുറത്ത് നിൽക്കുന്നവൻ ഇത് കണ്ടില്ലേ? വീട്ടുമുറ്റത്ത് ഇങ്ങനെയൊക്കെ ഒരു സാധനം ഇറങ്ങി നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആളുകളെ, ഇത് കുശലാന്വേഷണം നടത്താൻ വന്ന സാധനമല്ലല്ലോ, കാട്ടിലുള്ള ആനയില്ലേ. കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാർ തത്സമയം ചേരുന്നു. അജീഷ്, ശരിക്കും ഈ ആളുകളൊക്കെ വല്ലാതെ ഭയപ്പെട്ടു പോയി കാണുമല്ലോ. ഇന്നലെ രാവിലെ മുതൽ ഈ കരിക്കോട്ടക്കരി, ഈന്തക്കരി പോലുള്ള പ്രദേശങ്ങളിൽ ആളുകൾ പരിഭ്രാന്തിയിലായിരുന്നു. കാരണം ഇന്നലെ രാവിലെ 5 മണിക്ക് അവിടുത്തെ കരിക്കോട്ടക്കരിയിലെ അവിടുത്തെ ഒരു വാർഡ് മെമ്പറുടെ കുടുംബമാണ് ആദ്യമായിട്ട് ഈ കാട്ടാനെ വീട്ടുമുറ്റത്ത് കാണുന്നത്. പുലർച്ചെ അവർ ഒരു ആവശ്യത്തിന്, വിവാഹ ആവശ്യത്തിന് പോകാനായിട്ട് റെഡിയാവാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് പട്ടി കുരയ്ക്കുന്ന ശബ്ദം കേട്ട് ആദ്യം ഈ വാർഡ് മെമ്പറുടെ ഭർത്താവ് പുറത്തിറങ്ങിയത്. ഭർത്താവ് അടുക്കള ഭാഗത്ത് നിന്ന് പിന്നോട്ടാണ് ആദ്യം ഇറങ്ങിയത്. അപ്പോഴാണ് ഈ കാട്ടാന നിൽക്കുന്നത് കാണുന്നത്. അതിനുശേഷം പേടിച്ച് ഓടി അകത്ത് കയറുകയായിരുന്നു. പിന്നീട് ഈ മേഖലയിലെ പല വീടിന്റെ മുറ്റത്തുമൊക്കെ കാട്ടാന എത്തിയിരുന്നു. അങ്ങനെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിന്നീട് സ്ഥലത്തെത്തുകയും ഈ ഉച്ചയ്ക്ക് ശേഷം ഈ കാട്ടാനയെ തുരത്തി കാട്ടിലേക്ക് ഓടിക്കാനുള്ള നടപടികൾ തുടങ്ങിയത്. ഇതിനെ കാട്ടിലേക്ക് തുരത്തുന്ന നടപടിയുടെ ഭാഗമായിട്ട് ഈ ഓടിക്കുന്നതിനിടയിലാണ് ഈ ഒരു വീട്ടുമുറ്റത്ത് ഈ ആന എത്തിയത്. അതിന്റെ CCTV ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏതാണ്ട് 4:45 സമയത്തോടെയാണ് ഈ കാട്ടാന ഒരു വീടിന്റെ മുറ്റത്തുകൂടി അത് ഓടിപ്പോകുന്നതിന്റെ ദൃശ്യങ്ങൾ കാണുന്നത്. ആ വീട്ടുകാരൊക്കെ തന്നെ ആ വീട്ടിനകത്ത് ഉണ്ടായിരുന്നു. അതായത് ഇന്നലെ രാവിലെ മുതൽ ഏതാണ്ട് രാത്രി വരെ തന്നെ ഈ മേഖലയിലെ 2-3 വാർഡുകളിലെ ജനങ്ങളൊക്കെ തന്നെ വീട്ടിനകത്ത് പരിഭ്രാന്തിയിലൂടെയാണ് കടന്നുപോയത്. എന്തായാലും ആന ഇപ്പോൾ ആ മേഖല വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക്, ആറളം ഫാം മേഖലയിലേക്ക് കടന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. അവിടെ നിന്ന് തന്നെ അത് കാട് കയറി പോകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് വനം വകുപ്പ് ഇപ്പോൾ നൽകുന്നത്. മാത്രമല്ല ഇപ്പോഴും ആ മേഖലയിൽ നിരോധനാജ്ഞ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അവിടെ പട്രോളിംഗ് നടത്തുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.